വയനാട് ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചൊരു വലിയൊരു ആവേശം തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പച്ച നിറഞ്ഞിട്ടുള്ള മലനിരകളും കാടൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ അതേമാതിരി ഇപ്പം ഞങ്ങളുള്ളത് ഇന്ന് വയനാട്ടിലാണ്. വയനാട്ടിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ. ഇവിടെ വയനാട് ചുരം എന്ന് പറയുമ്പോൾ നമ്മളെ പപ്പുച്ചേട്ടനാണ് വയനാട് ചുരത്തിന് ഇത്രയും ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ പടത്തിൽ ആ വയനാട് ചുരത്തിനെ പറ്റിയിട്ടുള്ള ഒരു വർണ്ണന ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ മലയാളികൾക്ക് വയനാട് ചുരം വയനാട് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ആവേശമായി തീർന്നതിൽ യാതൊരു സംശയമില്ല. ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലെ കാടിൻ്റെ ഒരു വിസ്തൃതി ഉണ്ട്. കാടിൻ്റെ വിസ്തൃതി സെയിം തന്നെ, പക്ഷെ കാട്ടിൻ്റെ ഉള്ളിലെ മരങ്ങളുടെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അത് ഒരു കാലത്ത് ഭയങ്കരമായിരുന്നു. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആ കാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടുമ്പുറം മരി, കാരണം മരങ്ങളൊക്കെ വെട്ടിപ്പോയിട്ടും കത്തിപ്പോയിട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കാര്യമായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാതൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു തിക്നെസ് പോയി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുമാത്രമല്ല, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മൃഗങ്ങൾ വളരെ കുറവായിരുന്നു. ഫോറസ്റ്റ് ഭയങ്കര തിക്നെസ് ഉണ്ടായിരുന്നു, കാടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് വെച്ചെങ്കിലും മൃഗങ്ങൾ വളരെ കുറവായിരുന്നു. അതിനൊരു കാരണം അന്ന് പിന്നെ വേട്ടയാടലൊക്കെ ഒരു പരിധിവരെ കൂടുതലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ കാടുകളിൽ ആ തിക്നെസ് നഷ്ടപ്പെട്ടു എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ മരങ്ങളും ചെടികളൊക്കെ ഒന്നുമില്ല വെച്ചെങ്കിൽ മുറിച്ച് പോയി കാണും, അല്ല വെച്ചാൽ കത്തിപ്പോയിട്ട് അത് രണ്ടാമത് അവിടെ കൃഷി ചെയ്യുക, അല്ല വെച്ചെങ്കിൽ നട്ടുപിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു കാലതാമസം എന്തോ ഇപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് നഷ്ടപ്പെട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ വയനാട്ടിലായാലും ശരി ഇടുക്കിയിലായാലും ശരി മൃഗങ്ങളുടെ ഒരു പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേട്ടല്ല, അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കൊല്ലണതൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇത് കൂടി വന്നപ്പോൾ ഇതിന് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നേക്കാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ മാതിരി കാടിൻ്റെ ഒരു തിക്നെസ്, അല്ല വെച്ചാൽ കാടിൻ്റെ ഉള്ളിലുള്ള മരങ്ങളിലൊക്കെ ഒരു കുറവാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചപ്പോൾ ഒരു ആനകളുടെ കാര്യം എടുത്ത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ പണ്ട് ആ കാട്ടിൽ തന്നെ ഒരുപാട് പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, അതേമാതിരി നമ്മളെ മുളം കാടുകൾ ഉണ്ടായിരുന്നു, അതേമാതിരി തേക്കും കാടുകൾ ഒക്കെ നല്ലോണം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ തേക്കും, ഈ ആനയുടെ മെയിൻ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കും മുളയ്ക്കാണ്, അതേമാതിരി ചക്ക, ഇതൊന്നും കിട്ടാണ്ട് വരുമ്പോഴാണ് ഇവറ്റയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതേമാതിരി തന്നെയാണ് പുലി. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എക്കോ സിസ്റ്റത്തിൽ ജീവിക്കുന്നതല്ല, അതായത് ഒരുപാട് മരങ്ങളും ചെടികളും അതിൻ്റെ ഇടയിൽ ഒരുപാട് ജീവികളും അതേമാതിരിയുള്ള മൃഗങ്ങളും മാനും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എക്കോ സിസ്റ്റത്തിലാണ് കാട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളുടെ അഭാവങ്ങൾ വരുമ്പോൾ, കുറേ ജീവികളുടെ അഭാവങ്ങൾ വരുമ്പോൾ, ചില സസ്യങ്ങളുടെ അഭാവങ്ങൾ വരുമ്പോൾ, അല്ല മരങ്ങളുടെ അഭാവങ്ങൾ വരുമ്പോഴാണ് ഈ എക്കോസിസ്റ്റം തെറ്റുന്നത്. അതുകൊണ്ടാണ് ഇവറ്റയൊക്കെ കാട്ടിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നാട്ടിൻപുറത്ത് ഇറങ്ങുന്നതും ജനങ്ങൾക്ക് ഉപദ്രവമായി തീരുന്നു. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ അരിക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആനകൾ, പുലി ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണം ഇത് തന്നെയാണ്. അതുമാത്രമല്ല, ഒരുപാട് റോഡുകളാണ് ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. അതായത് ഇപ്പോൾ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ പല സ്ഥലത്തേക്കും റോഡുകൾ വെട്ടിയേക്കാണ്. ആ റോട്ടിൽ കൂടെയൊക്കെ തന്നെ ഒരുപാട് വാഹനങ്ങൾ, പണ്ടൊക്കെ തന്നെ വിരലിലുണ്ടാവുന്ന വാഹനങ്ങളാണ് ഒരു ദിവസം പോയിരുന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ കണ്ടമാനം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അതൊക്കെ തന്നെ ഈ പറഞ്ഞ മൃഗങ്ങൾക്കൊക്കെ വലിയൊരു ശല്യമായി തീർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പുഴകളും അതിലെങ്കിൽ നദികൾ കുളങ്ങളൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ്. അതിനൊരു കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സർക്കാർ പറയണത് വെച്ചെങ്കിൽ മണ്ണെടുത്ത് കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് മണ്ണെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. പക്ഷേ മണ്ണെടുത്തില്ല വെച്ചെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവില്ല, മണ്ണുകൾ കൂടി വരും, അപ്പോൾ വെള്ളം ഇല്ലാണ്ടാവും. അപ്പോഴാണ് മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സജ്ജീകരണം പറയുന്നുണ്ട് വെച്ചാൽ പോലും പ്രത്യക്ഷത്തിലൊന്നും നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ റിസോർട്ടുകൾ, വയനാട്ടിലെ മിക്ക സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകളാണ് വന്നിരിക്കുന്നത്. സംഗതി വലിയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനൊന്നും നടത്തുന്നില്ല വെച്ചെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവികൾക്കൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ ഒരു അസ്വസ്ഥത തന്നെയാണ്. കാരണം വെച്ചെങ്കിൽ ഈ വയനാട് അതൊക്കെ ഗ്രാമപ്രദേശങ്ങളിലാണ് റിസോർട്ടുകൾ പറയുമ്പോൾ, പക്ഷേ വയനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുമ്പോഴും അതൊരു കാടിൻ്റെ പ്രതീതി തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മരങ്ങളും അല്ലച്ച കാപ്പിത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിലുള്ള മരങ്ങളൊക്കെ പ്രത്യേകിച്ച് അതിനുള്ള ഒരു തണലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ പേരിൽ തന്നെ അതൊരു കാടിൻ്റെ പ്രതീതിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കോൺക്രീറ്റിൽ വലിയ ബിൽഡിങ്ങുകളല്ല പോലും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും അവിടെ ജനങ്ങളുടെ എന്താ പറയുക ജനസംഖ്യ കൂടുതൽ വരുമ്പോൾ അതിലേക്ക് വരുന്ന വാഹനങ്ങൾ വരുമ്പോഴൊക്കെ ഈ മൃഗങ്ങൾക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥത ചില്ലറയില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവികളുടെ അല്ലച്ച മൃഗങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിൻ്റെ പേരിലൊക്കെ തന്നെയാണ് ഈ മൃഗങ്ങൾ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതേമാതിരി തന്നെ ഇപ്പോൾ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ വേട്ടയാടാൻ പാടില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ അതിനനുസരിച്ച് അപ്പോൾ മൃഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് കാടിൻ്റെ ഒരു വലിപ്പമൊന്നും കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ കൂടി വരികയാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൻ പുറത്താണെന്ന് വെച്ചെങ്കിൽ മനുഷ്യന്മാർ കൂടുന്നതനുസരിച്ച് വീടുകളും അവർക്കുള്ള സൗകര്യങ്ങളും കൂടി വരുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഈ മൃഗങ്ങൾക്ക് ഇതേമാതിരി കൂടുന്നതനുസരിച്ചിട്ട് കാടിൻ്റെ ഒരു വലിപ്പമൊന്നും കൂടുന്നില്ല. ഇതൊന്നും കൂടാതെയാണ്
നമ്മളെ ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ വന്നിട്ട് ടൂറിസ്റ്റുകൾ വേണ്ടതാണ്, ഞാൻ അല്ലാന്നല്ല പറഞ്ഞത്. പക്ഷെ അവർ കുറേ കൂടി കൺട്രോൾ ചെയ്യപ്പെടണം. അവർ വന്നിട്ട് ഈ വഴിയിലൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും അല്ലാച്ചെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് കവറുകളൊക്കെ തൂരിക്കിടുക, അതിനൊന്നും ഒരു കൺട്രോളില്ല. ഞാൻ മൊത്തമായിട്ട് കുറ്റം പറയുന്നില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഞാനത് നല്ല രീതിയിൽ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ പാതിരപ്പള്ളി വാഴച്ചാലിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവർ ഫുൾ ചെക്ക് ചെയ്യുന്നത് കാണാം. നമ്മളെ പ്ലാസ്റ്റിക് കവറുകളുണ്ടോ ബോട്ടിലുകളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്തി തിരിച്ചു വരുമ്പോൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വാഴച്ചാൽ പോകുമ്പോൾ കാണുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ തിരുനെല്ലിയിലും അല്ലച്ചെങ്കിൽ നമ്മളെ വയനാടിൻ്റെ ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല. വയനാട് എന്ന് പറയുമ്പോൾ ആ പേരിൽ നാട് എന്നുണ്ട് വെച്ചെങ്കിൽ പോലും വയനാട് ജില്ലയുടെ ഒരു 70 അല്ലെങ്കിൽ ഒരു 80% കാടാണ്. അപ്പോൾ ആ കാടിൻ്റെ എക്കോ സിസ്റ്റത്തിൽ വരുന്ന അപജയം കാണുമ്പോൾ ഉള്ളൊരു മാനസിക വിഷമം ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവെച്ചു എന്ന് മാത്രം. വയനാട് ജില്ലയുടെ ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. അതിന് ഉദാഹരണങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ പറഞ്ഞമാതിരി റിസോർട്ടുകൾ അതേമാതിരി തീം പാർക്കുകളൊക്കെ ഇപ്പോൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ എതിർക്കുന്നതൊന്നും ഞാൻ ആളല്ല, അങ്ങനെ എതിർക്കാനും പാടില്ല. പക്ഷേ നമ്മളെ വയനാട് ജില്ലയുടെ തനിമ എന്ന് പറഞ്ഞാൽ വയനാട് ജില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടും അതിനോടുള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും പച്ചപ്പും ആ കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ അതിന് കോട്ടം തട്ടരുത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഈ വീഡിയോക്കൂടെ വയനാട് ജില്ലയിലെ കാടും കാടിൻ്റെ പ്രദേശങ്ങളിലെ ഭംഗി മനോഹാരിതയൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള എൻ്റെ ഒരു ആങ്സൈറ്റിയും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം.